ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് കഴിഞ്ഞുള്ള ഡെയിലി റൊട്ടീനായിട്ടുള്ള മേക്കപ്പാണ് കേട്ടോ. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യത്തില്ല. എന്നാലും ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഫേസ് വാഷ് ഒക്കെ ചെയ്യും കേട്ടോ. ഫസ്റ്റ് എണീറ്റ് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ക്രീമോ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്തില്ല. ഇടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ക്രീം ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഒക്കെ ഉണ്ടാവും. എണ്ണ അടങ്ങിയ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിമ്പിൾസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ എണ്ണ അടങ്ങിയ ഫുഡ് കഴിക്കാതിരിക്കുന്നൊന്നുമില്ല, നന്നായിട്ട് കഴിക്കുന്നത്. അതിൻ്റെതാണ് കഴിഞ്ഞാൽ മുഖത്തൊക്കെ കുറച്ച് കുരുവൊക്കെ കണ്ടു, അങ്ങനെയൊക്കെ ഉണ്ട്. അത് കാരണം ഞാൻ ക്രീം കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പം എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഡെയിലി ഒരു റൊട്ടീൻ മേക്കപ്പാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ പീരിയഡ് ഷാർപ്പിംഗ് ആണ് കേട്ടോ. അപ്പം പീരിയഡ് നല്ല ഷേപ്പായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനൊക്കെ ഞാനൊരു സാധാരണ ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതാ ഈ പോയിൻ്റ് ഉണ്ടോ ഇവിടെ ഒരു എഴുതി കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ അപ്പം ഇത് ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കറപ്പിച്ച് കൊടുക്കും. എല്ലാവരും കറപ്പിക്കത്തില്ല കേട്ടോ, ചെറുതായിട്ട്. സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കും. നെക്സ്റ്റ് നമുക്ക് ഈ പിരിയാണൊന്ന് സെറ്റാക്കാവേ. അതിനായിട്ട് ഇതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ വീണ്ടും ഇവിടെ ഇങ്ങനെ കറുപ്പിച്ച് കൊടുക്കണം. എൻ്റെ ബിരിയാണി അത്ര കറക്റ്റായിട്ടൊന്നുമല്ല, മാനുഫാക്ചർ ഡിഫക്റ്റുകളുള്ള ബിരിയാണിയാണ്. കാര്യം കറക്റ്റായിട്ടൊന്നും അല്ല നിൽക്കുന്നത്. അപ്പം അതും കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി എഴുതി ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി വൃത്തികേടായിട്ട് തോന്നരുതല്ലോ. ഉണ്ടോ? എനിക്കൊത്തിരി ഇങ്ങനെ ഐബ്രോസ് ഇങ്ങനെ ഇറച്ചി നിൽക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഐബ്രോ എഴുതിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്ത് തുടച്ചൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒത്തിരി ഇങ്ങനെ എഴുതി ഞാൻ ഇറച്ചി നിൽക്കുന്നത് എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ മുഖത്തൊന്നും ഇട്ടിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ മുഖത്തൊന്നും ഇടത്തില്ലെന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടാനായിട്ട്. പക്ഷേ എന്ത് സംഭവം ഇട്ടാലും എൻ്റെ മുഖത്ത് നല്ല പോലെ റിയാക്ഷൻസ് ഉണ്ടാവും, നന്നായിട്ട് കുരു ഉണ്ടാവും. അതാണ് ഞാൻ മുഖത്തൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഐബ്രോസ് ഒക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഉപയോഗിക്കുന്നത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് മാമാത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് കളർ വലിയ ഇഷ്ടമൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഡീപ്പ് റെഡാണ് ഇഷ്ടം. പക്ഷേ ഇതൊരു റെഡല്ല, ഒരു ചെറിയ കളറാണ് കേട്ടോ. 04 മാമാത്തിൻ്റെ 04 ചെറിയ കളറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ അടുത്ത് യൂസ് ചെയ്യുന്ന ഐറ്റം. എന്തായാലും ഞാൻ ലിപ്സ്റ്റിക് ഒഴിവാക്കില്ല, എനിക്ക് ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടാനായിട്ട്. അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ടെങ്കിലും വീട്ടിൽ ലിപ്സ്റ്റിക് ഇട്ട് നടക്കത്തുള്ളൂ. ഫുൾ ടൈം ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് നടക്കത്തുള്ളൂ, ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇത്ര മതി. ഞാൻ ഈ മൊബൈലിൻ്റെ മിറർ നോക്കിയാണ് കേട്ടോ ഈ മേക്കപ്പൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം നമുക്ക് വലിയ വശമില്ലല്ലോ, നമ്മൾ കണ്ണാടി നോക്കിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത് നോക്കി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഇതിൻ്റെ ക്യാമറ നോക്കി ഞാൻ മേക്കപ്പ് ചെയ്തത്. അപ്പോൾ അത്ര ഫിനിഷിംഗ് ഒന്നും അല്ല. എന്നാലും ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്കാണ്. ഇത്ര മതി ലിപ്സ്റ്റിക്ക്. പത്താനും മറക്കാതെ ഉണങ്ങിപ്പോയി. അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് ഒത്തിരി ഇറച്ചി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുറച്ചു കൊടുക്കുക. ഒത്തിരി ഇറച്ചൊന്നും വീട്ടിലല്ലേ, എല്ലായിടത്തൊക്കെ പോകാൻ കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് തുറച്ചു കൊടുക്കും. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഒട്ടി കൊടുക്കും. അപ്പം ഞാൻ എന്താ ലൈറ്റായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഐബ്രോസ് ഒന്നും ചെയ്തിട്ടുണ്ട്, കണ്ണൊന്നും ചെയ്തിട്ടില്ല. അത് കമ്മലൊന്നും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇടത്തില്ല കേട്ടോ. അപ്പം ഇതാണ് ഞാൻ വീട്ടിൽ എണീറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്ന ഫസ്റ്റ് മേക്കപ്പ്. പിന്നെ മുഖത്തൊന്നും ഇടത്തൊന്നുമില്ല, ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യും, അല്ലാതെ വേറെ ക്രീമോ കാര്യങ്ങളൊന്നും തന്നെ ഇടാറില്ല. അപ്പം ഇതാണ് എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ. പിന്നെ അപ്പം ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ടാ.